കിട്ടിയ കാശല്ലേ അമ്മയോട് വെറുതെ കുത്തിയിരിക്കുമല്ലേ? എന്ത് സിമ്പിൾ ആയിട്ട് പറയണ നോക്കിയേ. എടുത്ത് കളഞ്ഞാ പോരുന്നു. ഒരു ലോഡ് കഴിഞ്ഞ ദിവസം ബിരിയാണി മേടിച്ചിട്ട് വന്നിട്ട് ആരെങ്കിലും കഴിച്ചാ അതെടുത്ത് കളഞ്ഞി. ഇത് ഭക്ഷണമല്ലേ ചേട്ടായി, എങ്ങനെ കളയണേ? ആരെങ്കിലും കഴിക്കണേ കഴിക്കട്ടെ. അച്ഛനെന്താ എവിടെ നിന്ന് കിട്ടിയത്? അച്ഛനെ പ്രേമിച്ച സമയത്ത് വേറെ ആരെയും പ്രേമിച്ചാൽ മതിയായിരുന്നില്ലേ? പറ്റിപ്പോയില്ലേ? നീ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറ്റിപ്പോയില്ലേന്നാ ഭക്ഷണം എടുത്ത് കളഞ്ഞാണ് ഇപ്പൊ പറ്റിപ്പോയില്ലേന്ന് ചോദിക്കാനായിട്ട്? എന്ത് സിമ്പിൾ ആയിട്ട് അവള് പറഞ്ഞത്. നിന്റെ അപ്പനെ അമ്പാനിയൊന്നുമല്ല. തോന്നുമ്പോ അവള് ഫുഡ് അങ്ങ് ഓർഡർ ചെയ്യും. അച്ഛനമ്മേനെ പ്രേമിച്ചത് വലിയ കുഴപ്പമായിരിക്കുമല്ലോ അല്ലേ? മറക്കരുതട്ടോ രണ്ടുപേരും കൂടി തുടങ്ങിയത്. ചിരട്ടേ നാഴിയുമ്പോഴത്തെ രണ്ട് പിള്ളേരെ കൊണ്ട് ഒരുപാട് ഓടിയിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഇതൊന്നും അല്ല പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ അമ്മയില്ലെങ്കിൽ അച്ഛനില്ലെങ്കിൽ അമ്മ ഉണ്ടാകാത്തൊരു കാലം ഉണ്ടായിരുന്നു ഞങ്ങക്ക്. നീ പറഞ്ഞ ശരിയാ, ഞാൻ ജോലിക്കാരിയാണ് ഈ വീട്ടില. ഞാൻ ഈ ജോലിക്കാരി ആയോണ്ടാ ഇനി കുടുംബം ഇങ്ങനെ പോണത്. എന്ത് ഇവക്ക് 2 കണക്ഷൻ ഉണ്ടല്ലോ? ഇവക്ക് 2 കണക്ഷൻ ഉണ്ട്. എന്റെ രഘു, അതൊക്കെ ഈ കാലത്ത് വലിയ സംഭവമാണോ? എനിക്കുണ്ടല്ലോ ഒന്നിൽ കൂടുതൽ കണക്ഷനുകൾ. ആദ്യം മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതല്ല, ഫോൺ കണക്ഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവക്ക് 2 സിം ഉണ്ട്. അല്ലെ, 2 സിമ്മോ 3 സിമ്മോ എത്ര സിമ്മോ ഉണ്ടായിക്കോട്ടെ. എന്റെ സിം കയ്യിലുണ്ടല്ലോ. അതുപോലെ അവിടെ ഇരിക്കട്ടെ. അല്ല, അറിയിക്കണ്ട. അത് പോട്ടെ, സാരില്ല. അപ്പൊ കാര്യത്തിലേക്ക് കിടക്കൂ. ഇഷ്ടത്തിക്ക് യൂസഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ, മുഞ്ചിൽ മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലച്ചില്ലേ. ഇഷ്ടത്തിക്ക് യൂസഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ, മുഞ്ചിൽ മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലച്ചില്ലേ. അത്തിരുദൂതനൊഴിഞ്ഞകലുമ്പോൾ സുന്ദരി ചെന്ന് പിടിച്ചില്ലേ. പ്രേമിക്കാതെ പോകല്ലേ, ഈ പ്രേമം വിട്ടുകളയില്ലേ. അസർമുല്ല മണം വീശും കാറ്റേ വന്ന് മിസ്രിന്റെ കഥ പറഞ്ഞാട്ടേ.